അദ്ദേഹം പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഞാനീ പറഞ്ഞതൊന്നും കളവല്ല, വസ്തുതയാണ്. ധോത്തി ചാലഞ്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ 200 രൂപക്കാണ് നിങ്ങൾ ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ GST ബില്ല് ഉൾപ്പെടെ ആ കമ്പനിയിൽ നിന്ന് 2,72,000 തുണികൾ വാങ്ങിയാൽ ഒരു ബില്ല് കിട്ടുമല്ലോ. ആ ബില്ല് എന്തുകൊണ്ടാണ് അവർ പുറത്തു വിടാത്തത്? വസ്തുത ആളുകൾ അറിയുമെന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് പിന്നെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ അർഹതയില്ലാത്തവരായിട്ട് അവർ മാറും. അതുകൊണ്ടാണ് അവരത് പുറത്തു വിടാത്തത്. അവരെന്നോട് സംസാരിച്ചിരുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെ. അവരത് നല്ല പ്രചാരം നൽകുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവരാലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിറോസ് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ലല്ലോ, ഇപ്പോൾ മക്കത്ത് പോയിരിക്കുകയാണ്. ഫിറോസ് ഇപ്പോഴല്ല മക്കത്ത് പോകേണ്ടിയിരുന്നത്. ആ തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ അന്ന് പോകേണ്ടിയിരുന്നു, നന്ദി പറയാൻ വേണ്ടിയിട്ട് പടച്ചവനോട്. അന്ന് പക്ഷേ അവർ വിയറ്റ്നാമിലേക്കാണ് പോയത് എന്ന് ആരോപണമുണ്ട്. അവർക്കത് നിഷേധിക്കാം, ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ വിയറ്റ്നാമിലേക്കല്ല ഇന്ന സ്ഥലത്തേക്കാണ് പോയത് എന്ന് തിരുത്താം. അതിനൊക്കെ അവസരങ്ങളുണ്ടല്ലോ. ഇനി ഹൈലൈറ്റ് മോളിലെ എമ്മി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇന്ന് പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് വൈകുന്നേരം. അവിടെ പോയിട്ട് വന്ന് പിന്നെ ഫ്രൈഡ് ചിക്കൻ തിന്നട്ടെ. ഫ്രൈഡ് ചിക്കൻ ഏത് ഷോപ്പിൽ നിന്ന് തിന്നാലും എനിക്കിഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ ഇന്ന് ഹൈലൈറ്റ് മോളിൽ പോകും. നാളെ നിർബന്ധമായിട്ടും അന്ന് ഹൈലൈറ്റ് മോളിൽ പോയിട്ട് നമ്മൾ തിന്നുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഫിറോസ് പിന്നെ പോസ്റ്റ് ചെയ്തത്, അല്ലാതെ ഫിറോസ് അല്ല ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ട ഫോട്ടോ ആണ് ഫിറോസ് പിന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തത്. ഈ വിഷയത്തിൽ ഫിറോസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിഷയത്തിൽ അങ്ങ് ആവശ്യപ്പെടുന്നത് ഇതിൽ ഫിറോസ് ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, ഷെയർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സംരംഭങ്ങൾ, അതിനേക്ക് ലഭിച്ച പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നല്ല? അതെ അതെ അതെ, തീർച്ചയായിട്ടും. പണം എവിടെ നിന്ന് കിട്ടി? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത്? അത് പറയണ്ടേ? ഞാൻ സാധുവാണ്, പാവാണ് എന്ന് പറഞ്ഞിട്ട് KMCCക്കാരുടെ അടുത്തു നിന്നൊക്കെ പണം പിരിച്ചാണ് അദ്ദേഹം ഇത് നടത്തിയതെങ്കിൽ അത് പറയട്ടെ. എനിക്കിങ്ങനെ പലരും സഹായിച്ചതാണ്, അങ്ങനെയാണ് എനിക്ക് പണം കിട്ടിയത് എന്ന് അദ്ദേഹം പറയട്ടെ. അല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ. അല്ല, എനിക്ക് തറവാട്ട് വക എൻ്റെ വാപ്പ നടത്തിയ ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ര ലാഭം കിട്ടിയിരുന്നു, ആ പൈസ വാപ്പ എനിക്ക് തന്നു, ആ പണമാണ് ഞാൻ ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുജൻ ബുജൈർ മയക്കുമരുന്ന് കേസിലാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ബുജൈറിൻ്റെ മയക്കുമരുന്ന് ഡീലുമായിട്ട് ഇദ്ദേഹത്തിന് ഡീലുണ്ടോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ദുബായിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം സെയിൽസ് മാനേജറാണ് എന്ന് പറയപ്പെടുന്ന കമ്പനി അവിടെ എന്തോ നാമമാത്രമായിട്ടുള്ള മീറ്റ് ബിസിനസ്സാണ് നടത്തുന്നത്. മീറ്റ് അത് കണ്ടെയ്നറിൽ വരുന്നു, അത് എടുക്കുന്നു, അത് മറിച്ച് വിൽക്കുന്നു. പക്ഷേ ആ സ്ഥാപനം യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഗൾഫിലെത്തിക്കുക, സർക്കാരിൻ്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, ബാങ്കിൻ്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, നമ്മളുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർത്തുകൊണ്ട് ഇവിടെ നിന്ന് അവിടെ പണം എത്തിക്കുക, അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നോട് പറഞ്ഞത്. ആ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ സെയിൽസ് മാനേജറായിട്ട് നിൽക്കുന്നു ഇന്ത്യയിൽ. എന്താണ് ഇവിടെ നിന്ന് അദ്ദേഹം സെയിൽസ് ചെയ്യുന്നത്? അത് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ?
ഞാൻ ഇന്ന സാധനങ്ങളാണ് സെയിൽസ് ചെയ്യുന്നത്. അദ്ദേഹം സെയിൽസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പണം സ്വരൂപിച്ച് അത് റിവേഴ്സ് ഹവാല വഴി ദുബായിലെത്തിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയാണ് ഇവരൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത്, സ്വാർത്ഥമായിട്ടുള്ള അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്. ഇക്കാര്യം അന്വേഷിക്കണം, അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട എല്ലാ ഏജൻസികളും. ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഉത്തരവാദപ്പെട്ടവർ, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ, ഞാനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഞങ്ങൾക്കൊക്കെ പൈസ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവായിരുന്നു. ഏത് യൂത്ത് ലീഗുകാരൻ അക്കാലത്തുള്ള ഇത് ചോദിച്ചു നോക്കിയാലും അത് വ്യക്തമാണ്. ഈ ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അത് വെറുതെ നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇങ്ങനത്തെ ആളുകൾ എക്സ്പോസ് ചെയ്യപ്പെടണം. അവരുടെ കാപട്യം ജനസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയണം. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.